പ്രിയപ്പെട്ട ആരാധനാ കുസുമമേ, കാരണവരെന്ന ഞാൻ കഴിഞ്ഞ കുറെ നാളുകളായി നിന്നോടുള്ള പ്രണയ പാരവശ്യത്തിലാണ്. ഈ മഴ പെയ്യുന്നതിനോടുകൂടി ഉഴുത് നല്ല വിത്തിറക്കലുണ്ടല്ലോ. എനിക്ക് മാത്രമല്ല, കൃഷി ഓഫീസർക്കും എന്റെ ഗുണം ഉണ്ടാവേ. അപ്പൊ ഞാനങ്ങോട്ട് ഞാൻ പ്രതീക്ഷിക്കും. എന്നെ നിരാശപ്പെടുത്തരുത്. എന്താണോ? പ്ലീസ് ഒന്ന് കണ്ടോട്ടെ. പോണോ? ഇയാളെ കൊണ്ട് തോറ്റല്ലോ. മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? സംസ്കാരം ഇല്ലാത്തവൻ. ഒന്ന് കണ്ടെന്ന് വെച്ചപ്പോ എന്താ കുഴപ്പം? പോണോ? വിടില്ല, ഞാൻ കണ്ടിരിക്കും. അവിടെ തന്നെ. സുഖമുണ്ടോ സത്യേട്ടാ? നല്ല സുഖം. സത്യേട്ടന്റെ ഈ ഭാഗത്തൊരു ഉളുക്ക്. സാരമില്ലെന്ന് ഞാൻ പറഞ്ഞതാ. ഇവള് സമ്മതിക്കണ്ടേ? ഇപ്പൊ വേദന കുറവുണ്ടോ ഏട്ടാ? സത്യായിട്ടൊന്നും ഞാൻ കൊണ്ടാക്കാം. വേണ്ട വേണ്ട, പിടിക്കണ്ട പിടിക്കണ്ട. ഞാൻ തന്നെ പോയിക്കൊള്ളാം. പറ്റിയ ആളാ. ഇയാളെ ആരാ എന്താന്നറിയാതെ നീ എന്തിനാ യൂണിയനും പിടിയാനൊക്കെ നടക്കുന്നത്? അതെന്താ? ഇടി ത്രികോണത്തിൽ സൂര്യൻ സഞ്ചരിക്കാൽ ദിസ് ഹോറോസ്കോപ്പ് ഓണർ ഈസ് ഡെഡ്. എന്ന് വെച്ചാ നിന്റെ ചേട്ടൻ ചെന്നിട്ട് 6 വർഷം ആ സുമാരപ്പണിക്കർ പറഞ്ഞേ. അപ്പൊ ഇയാളോ? അയാളോ? അപ്പൊ ഇത്രയും നേരം ഒരു അന്യ പുരുഷനെയാണോ ഞാൻ ഒഴിഞ്ഞോണ്ടിരുന്നത്? വേദന ഉള്ളവരെ സഹായിക്കണ ഇത്ര വലിയ തെറ്റാണോ? എന്താണ്? ഏതാടാ വന്ന പെണ്ണ്? ഞാൻ വിചാരിച്ചു എന്റെ ഭാര്യ ആയിരിക്കും. അപ്പൊ അല്ലേ സെറ്റപ്പാന്നും ഒന്നാന്തര സ്റ്റെപ്പിനി. ഈ പട്ടാപ്പകലോ? നീ വന്നെ ചോദിക്കട്ടെ. കയ്യിന്ന് വിട്. ഓ വാങ്ങിട്. അപ്പൊ അമ്പ എന്തൊരു കഷ്ടാണ് നോക്ക്. മനുഷ്യരുടെ ഭാഗത്ത് കിടക്കാനും സമ്മതിക്കില്ലേ? വെങ്കിടി, നീ എന്തിനാ ഇവിടെ കയറി കിടന്നേ? ഞാൻ എന്നും കിടക്കുന്ന സ്ഥലത്തിനടി ഇന്നും കിടന്നത്. നീ വേണമെങ്കിൽ വേറെ എവിടെയും പോയി കിടന്നോ. ഞാൻ ഇവിടെ തന്നെ കിടക്കും. വെങ്കിടി, നീ ഈ സാധനത്തോട് വേറെ എവിടെയെങ്കിലും പോയി കിടക്കാൻ പറയുന്നുണ്ടോ? ഇവളെന്തിനാ ഈ കട്ടിൽ മുകളിൽ കയറി കിടന്നത്? ഞാൻ ഇവിടെ തന്നെ കിടക്കും. നീ എവിടെയെങ്കിലും പോയി കിടക്കും. ഇവളിവിടെ വന്നതിന്റെ പേരിലാണ് നീ വേഷം കെട്ട് കാണിക്കുന്നെങ്കിൽ നിർത്തിക്കോ. അതാ നിനക്ക് നല്ലത്. ഇവളെങ്ങോട്ടും പോകുന്നില്ല. ഇവിടെ എന്റെ കൂടെ കഴിയാൻ പോവാ. ഞാൻ ഇവിടെ ഉള്ള സമയത്ത് നീ ഇവളെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് അറിയണം. ഇപ്പൊ അറിയണം. അറിയണോ? വാ പറഞ്ഞുതരാം. വെങ്കിടി, 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 എടി, നീ ആ മീൻ തൊടരുത്. നിന്നോട് നന്നാക്കാൻ ഞാൻ പറഞ്ഞ. ഇത് വാങ്ങിച്ചോണ്ട് വരാമെങ്കിൽ അത് ഉണ്ടാക്കാനും നന്നാക്കാനും കൊടുക്കാനും എനിക്കറിയാം. ഉണ്ടാക്കാൻ വന്നിരിക്കുന്നോള് എഴുന്നേക്കലേ വിട്. ഉണ്ടാക്കണോള് ഞാൻ ചെയ്തോളാം. അതിനിപ്പോ ഞാനുണ്ടല്ലോ, ഞാൻ ചെയ്തോളാം. നിന്റെ ഒരു ചെയ്യല് എല്ലാം കൂടെ നീ ഒറ്റയ്ക്ക് അങ്ങ് ചെയ്യണ്ട. ഓ, 1 കിലോ മീനിലേക്കാണ് 2 മുളകിട്ട് ചമ്മന്തി അരക്കണ പോലെ അരക്കണം നീ. ഇതിൽ ഇനി മുളകിടാനാ? അവളുടെ ഒരു അരപ്പ് ഒരു കൊന്തോട്ട് അറിയൂല. ഞണ്ടിന് അധികാരി പണി കിട്ടിയ മധുരമാണ്. എന്നാ അരക്കി. എന്റെ അമ്മ എന്തിനാ ഇത്രയും മുളക്? സാധാരണ ആൾക്കാരെ പോലെ അല്ലടി വെങ്കിടി. തോന്നിയ പോലെ ഉണ്ടായി കൊടുത്താലും മൂപ്പർക്ക് പിടിക്കില്ല. പിടിച്ചില്ലെങ്കിൽ നിനക്കെന്താ ചെയ്തല്ലേ? നിനക്ക് മടുക്കുമ്പോ മൂടും തട്ടി അങ്ങ് പോയാ പോരെ.
നീ പറയണ കേക്ക്, ഇത്ര മുളകൊന്നും വേണ്ട. ചിലക്കനടി എന്നോട് ഇതിന് മുതൽ ചെലവാക്കുന്ന നിന്റെ കെട്ടിയാനൊന്നല്ലോ. മറക്കണ്ട, എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞു. ഇതിന് ഇത്രയും മുളക് വേണം. ഇത് വെങ്കിടി കഴിക്കണത് നീ നോക്കോ. പോകഞ്ഞിട്ട് പോയേ. വാങ്ങിച്ച മൊത്തം മുളകും അരച്ച് മത്തി തേച്ച് കൊണ്ടുവന്നിരിക്കുക. കഴുത എരിഞ്ഞിട്ട് വായിൽ വെക്കാൻ പറ്റുമോ? എന്നാ വെന്തട്ടുണ്ടോ? വെന്തട്ടില്ല. ഇടുന്നത് ഉപ്പും മുളകാണെന്നും അത് കൂടിപ്പോയാൽ കളയാനേ കൊള്ളൂന്ന് ഈ കോപ്പുണ്ടാക്കുമ്പോ ബോധം വേണം. മനസ്സിൽ വേറെ വല്ലതൊക്കെ ആലോചിച്ചേ ഈ തിന്നുന്ന സാധനം ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കും. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടാക്കാം. പക്ഷെ മേല ഇതുപോലൊരു പണി എടാ. ഓ നീയൊക്കെ കെട്ടിയാ നിക്കോടി. അതിന് എന്റെ കെട്ട് കണ്ടിട്ടില്ലല്ലോ നീ. വെറുതെ കാണാത്ത കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയല്ലേ. എന്തേ കാണണോ വേണോ? എന്താണിത്? കറേ ചെളിയാ കാക്കാട്ടോ. വാങ്ങിച്ചിട്ട് ഒരാഴ്ചയില്ല. ഇനി നാറിയ ഷർട്ട് ഇട്ടിട്ട് വേണം കച്ചവടത്തിന് പോവാൻ. എവിടെ വേറെ ഉണ്ടല്ലോ ഇടാൻ. ഏതൊന്നും തീരുമാനിക്കുന്നത് ഞാനാ. വിലപിടിപ്പുള്ള സാധനങ്ങൾ വീട്ടിലുള്ളപ്പോ നോക്കിയും കണ്ടും വേണം കൈകാര്യം ചെയ്യാൻ. മാറേ. അപ്പൊ കഴിക്കുന്നില്ലേ? ഞാൻ നല്ല ഉപ്മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് കഴിച്ചിട്ട് പോ. നിന്റെ ഒരു ഉപ്മാവ് പോവാ. നല്ല ഐശ്വര്യമായിട്ട് പോയി വാ. ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതാ വെങ്കിലിയുടെ ഡ്രസ്സൊക്കെ ഞാൻ കഴുകിയിട്ടോളാന്ന്. എന്നിട്ട് ഇപ്പൊ തട്ടി പറിച്ചോണ്ട് പോയിട്ട് എന്തായി കാര്യങ്ങള്? ഉണക്കാനായിട്ട് കാക്ക തൂറിട്ടുണ്ടാവൂടി. എടുത്തു വെക്കുമ്പോ നോക്കണേ. നീ എന്താ നോക്കാഞ്ഞത്? ദയവ് ചെയ്ത് നീ ഇനി ഇവിടെ ഒരു കാര്യവും ചെയ്യരുത്. നിന്റെ സേവനം എനിക്ക് മതിയായി. എനിക്ക് വയ്യ ചീത്ത കേൾക്കാൻ. നിനക്ക് സമയാസമയം ഞാൻ ഭക്ഷണം തരാം. കഴിക്കാൻ വേണ്ടി മാത്രം അടുക്കളയിലേക്ക് വന്നാ മതി. നിന്റെ തുണികളൊക്കെ നീ തന്നെ കഴുകിട്ടോ. അല്ലാണ്ട് ഈ വീട്ടിലെ വേറെ കാര്യങ്ങൾക്ക് ഇടപെട്ട ആണോന്ന് നോക്കില്ല, കൊലക്കി കളയും ഞാൻ. സമി നിന്ന് എന്തീ പോണത്? എന്തീ പോണെന്ന്? പെട്ടെന്നുണ്ടായ കല്യാണമാണേ. കല്യാണം ശരിയാവലൊക്കെ ഒരു യോഗം അല്ലേ വെങ്കിടിയെ? ഇവിടെ ഏതെങ്കിലും തെണ്ടിയോളെ പെട്ടിരുന്നെങ്കിലേ. ഓ ഇതേതായാലും നന്നായി. ചെക്കൻ കാണാൻ ഗുണമില്ലെങ്കിലും പൂച്ചക്കാശത്രേ. യോഗം യോഗം. സ്ത്രീയും പുരുഷനും തമ്മിൽ എന്ത്? അവൾ അവന്റെ ആരാണ്? കൂട്ടുകാരിയാണോ? അതോ വെറും ഉപഭോഗ വസ്തു മാത്രമാണോ? ഈ അന്വേഷണത്തിന്റെ ഭാഗമാകാൻ ഈ ചടങ്ങിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. സ്ത്രീ സമത്വവേദിയുടെ ഗർജിക്കുന്ന സിംഹികളെ, നമ്മളിൽ ഓരോരുത്തരിലും നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വേദനയുടെ ഒരു നെരിപ്പോടുണ്ട്. ആ ചെറുകനലുകളെ ഊതി ഊതി ഒരു വൻ ജ്വാലയാക്കി മാറ്റുക. ജയ് നാരി. ഇതാ നമ്മുടെ അനിഷേധ്യ നേതാക്കൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്ത്രീ സമത്വവേദിയുടെ സംസ്ഥാന ചെയർപേഴ്സണും കേരളക്കരയുടെ രോമാഞ്ചവും സ്ത്രീത്വത്തിന്റെ കാവൽ മാലാഖയുമായ നമുക്ക് പ്രിയപ്പെട്ട കവയിത്രി നയനകുമാരി. പ്രസ്ഥാനത്തിന്റെ നെടുംതൂണായ പ്രസിഡന്റ് ശ്രീമതി വസുന്ധര, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ഗംഗാദേവി, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി യശോദ, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി സിസിലി. ഇനി നിങ്ങളോട് സംവേദിക്കാൻ മലയാളത്തിന്റെ പ്രിയ കവയിത്രി ശ്രീമതി നയനകുമാരിയെ വേദിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുന്നു. പ്ലീസ് കം മാഡം. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന സമത്വവാദികളായ സഹോദരിമാരെ, എല്ലാവർക്കും നമസ്കാരം. സ്ത്രീയും പുരുഷനും സമന്മാരല്ല. ഏതൊക്കെ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാലും സ്ത്രീ പുരുഷനേക്കാളും വളരെയേറെ മുന്നിലാണ്. പുരുഷ മേധാവിത്വത്തെ തച്ചുടയ്ക്കാനായി ഞാൻ ചില ഗൈഡ് ലൈൻസ് മുന്നോട്ട് വെക്കുകയാണ്. അതിലൊന്ന്, ചിട്ടയായ വ്യായാമത്തിലൂടെ നമ്മൾ സ്ത്രീകൾ പുരുഷനൊപ്പം കരുത്താർജിക്കുക.
2. അടുക്കളയിലെ പാചക കലാപരിപാടിയിൽ സ്ത്രീയും പുരുഷനും തുല്യ പങ്കാളിത്തവും ഉത്തരവാദിത്തവും ഉറപ്പുവരുത്തുക. 3. നിയമത്തിന്റെ നൂലാമാലകളില്ലാതെ സ്ത്രീക്ക് പുരുഷനെ ഡൈവോഴ്സ് ചെയ്യാനുള്ള സ്പോട്ട് ഡൈവോഴ്സ് സിസ്റ്റം നടപ്പിലാക്കുക. അതിനായി മൊബൈൽ കോടതികൾ ലഭ്യമാക്കുക. 4. ഡെലിവറി ഡെപ്പോസിറ്റ്. ഓരോ ഗർഭധാരണത്തിനും പ്രസവത്തിനും ഭർത്താവ് ഒരു നിശ്ചിത തുക ഡെലിവറി ഡെപ്പോസിറ്റായി ഭാര്യയുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുക. 5. മെയിൽ അബ്സ്റ്റിനൻസ്. പുരുഷനോടുള്ള ആസക്തി ഓരോ സ്ത്രീയും വർജിക്കുക. ഇതൊക്കെ വല്ല നടപ്പുവശമുള്ള കാര്യമാണോ? തള്ളയെ ആരെങ്കിലും പറഞ്ഞ് പറ്റിച്ചു കാണും. പുരുഷന്മാർ നിങ്ങളുടെ കാൽ ചുവട്ടിലെ വെറും കൃമി മാത്രം. ജയ് നാരി. എന്താണ് ഇവിടെ ഒരു ബഹളം? നിങ്ങൾക്ക് പുതിയ അയൽക്കാരൻ വന്നിരിക്കണ്. നമ്മുടെ വെങ്കിടിയാ ഇന്നു മുതൽ ഇവിടെ താമസം. നന്നാകും. എന്താടാ കുറങ്ങ എത്ര ചിരിക്കാൻ? ഒന്നുമില്ലാന്നേ. ഒരു ചിരി. അയ്യോ അമ്പാള്. അതിനെന്താ? അതെ, ഈ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് കച്ചവടത്തിന് പോവല്ലേ, അത് സമ്മാനം കിട്ടിയ വണ്ടിയുണ്ട്. നല്ല ശകുനമാണ്. വേശ്യയാണ് കണി. പൊക്കോ. അമ്പാളെ എന്തൊരു ബഹളായിരുന്നു ഇന്നലെ. മത്സരം ജയിച്ചതിന് സന്തോഷാർന്നായിരിക്കുമല്ലേ? എന്നാ പിന്നെ ശരി. എന്നാലും അമ്പാളെ നീ കറക്റ്റ് സമയത്തിന് വന്നു. എന്തേ? അല്ല, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴേ നിങ്ങളെ പോലുള്ള സ്ത്രീകളെ കണി കാണുന്നത് നല്ലതാ പറയണു. ശരിയത്? നീ നിന്റെ അമ്മനെ കൊണ്ടുവന്ന് നിർത്തടാ കണി കാണിക്കാനായിട്ട്. അതിനൊക്കൂല്ല ഞാന്. ശവമേ, നീ ഇങ്ങനെ എന്നെ കുറിച്ച് വിചാരിച്ചേ? നീ എന്താണ് ഞാൻ മറ്റുള്ളവരുടെ കൂടെ പോണ കണ്ടത്?